ഇല്ലേ ആ കത്തി കുറച്ച് വെള്ളം കൂടി എടുത്താ. കുഴപ്പമില്ല, 3 കിലോ ഉണ്ടാവൂലേ വെള്ളം കത്തി. ആ ആ കൊണ്ട. ഇത് ഭാസ്കരനല്ലേ? എടാ എവിടെ ഭാസ്കരൻ? ഇത് ഭാസ്കരനാ? സുലാന്റിയുടെ അല്ലേ? ആ ഇവന്റെ പേര് ഭാസ്കരൻ എന്നാണ്. സുലാന്റിയുടെ ഭർത്താവിന്റെ പേരാണ് ഭാസ്കരനാ. എന്താ ഭാസ്കരൻ പേരിട്ടേക്കണ്? മറ്റേ നരസിംഹ സിനിമയിലെ കീരിക്കാടൻ ജോസങ്ങൾ അഭിനയിച്ച ഒരു ക്യാരക്ടർ ഇല്ലേ ഭാസ്കരൻ? അതും ഇതും സെയിം സ്വഭാവമാണ്. അങ്ങനെ അവനിട്ട പേരാണ്. എടാ ഭാസ്കരനായാലും ശരി, ഭാസ്കരനായാലും അച്യുതനായാലും നമ്മൾ പിന്നെ കൊല്ലാൻ പോണ ഇതിന്. പിന്നെ കൊല്ലാണ്ട്? അയ്യോ, ഇതിനെ കൊല്ലാൻ പറ്റൂല. എന്താ? നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കാം. ഓടി അവിടുന്ന്. ഇതിനെ കൊല്ലാൻ വേണ്ടി കൊടുന്നല്ലേ ഇത്? അല്ല അപ്പൊ ഇതിന് എനിക്ക് അറിയാം ഇതിന്. അപ്പുറത്തെ കോഴിയാവുമ്പോ അറിയില്ലേ? എടി ഭാസ്കരനായാലും അച്യുതനായാലും ഇത് കോഴിയല്ലേ? അപ്പൊ ഇവൻ വഴക്കാലാണെങ്കിലും പാവമാണ്. അപ്പൊ ഇവൻ എന്തൊക്കെ ഈ പെണ്ണ് പറയണേ? ആണ്. ഞാൻ എപ്പോ അവിടെ ചെന്നാൽ അവനവിടെ നിർത്ത് പറ നീ. ഞാൻ എപ്പോ അവിടെ ചെന്നാലും ഞാൻ ഇവന് കപ്പലണ്ടി കൊടുക്കും. അപ്പൊ ഇവ ഓടി വരും പിന്നെ പിന്നെ എന്നെ കാണുമ്പോ. എടി കപ്പലണ്ടി ആയാലും ഗോതമ്പായാലും നെല്ല അതിലാ ഇട്ട് കൊടുത്താൽ തിന്നാൻ വരും. ഇതിന്റെ ഭക്ഷണല്ലേ അത്? എന്താ ഈ സവാള മൂപ്പിക്കട്ടെ? നീ സവാള മൂപ്പിച്ചോ. ഇതിനെപ്പം ഞാൻ കൊന്ന് തോല് പറിച്ചപ്പോ കഷാക്കിയതാ. ഇവന് 2 ഭാര്യമാരുണ്ട് അപ്പൂപ്പ വീട്ടില്. ആ ഭാര്യമാർ അപ്പുറത്തെ രാധാന്റെ കോടി തൊപ്പി തലയും കൊത്താൻ വരുമ്പോഴാണ് ഈ അവനെയാണ് കൊത്തുന്നത്. അല്ലെങ്കിൽ ആരെയും കൊത്തൂല അപ്പൂപ്പ. അപ്പൊ ധൈര്യശാലിയാണല്ലോ. ധൈര്യശാലിയുടെ ചോര ഇറച്ചൊക്കെയാണ് തിന്നണ്ടത് കേട്ടോ. അപ്പൊ ഇവരെ കൊല്ലണ്ട. അപ്പൊ പാവണം. ഇതിന്റെ മുഖം കണ്ട പാവമാരി ഇരിക്കണേ. എടി ഇങ്ങോട്ട് നോക്കണേ. ഇതിന്റെ മുഖം കണ്ട അഹങ്കാരാണ് ഇതിന്റെ മുഖത്ത്. എനിക്ക് കോഴികളുടെ അഹങ്കാരം ഇഷ്ടല്ല. അഹങ്കാരമുള്ള കോഴി വേണ്ട നമുക്ക്. അതിനെ കൊന്ന എന്റെ ഭാര്യമാർക്ക് ആരുമില്ല. അതോർത്ത് ഇവരെ കൊന്നവര് പിന്നെ ആരുണ്ട് അവർക്ക് ഭർത്താവായിട്ട്? പിന്നെ ഇത് രാമായണ മാസമാണ്. ഒരു ജീവനെ എടുക്കാൻ പാടില്ല. എടുത്തതോർത്തോ അമ്മൂമ്മ ചെയ്ത വഴിപാടെല്ലാം ചുമ്മാ എന്താന്ന് വെച്ചാ ചെയ്തു. ഒരു ജീവനെയാണ് കൊല്ലണേന്ന് ഓർത്തോ. ഞാൻ കഴിക്കുകയില്ല. ഇങ്ങൊന്ന് ഒരു കാര്യം കാണിച്ചു തരാം. എന്ത് ചേച്ചി? വാ വാ, പോയി നോക്ക് പോയി നോക്ക്. ഇവിടെ ആലോചിക്കാണ്. അവിടെ എല്ലാം കാത്തിരിക്ക. ഇതിനിതുവരെ കൊന്നില്ലേ? അതെ, ഇപ്പൊ കനക നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ ലില്ലിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചുപോയി. എന്റെ ഗിരിജ പിന്നെ എന്താ ചെയ്യാ? വിഷമിച്ചിട്ട് അവളുടെ ജീവിതകാലം മുഴുവൻ പോവില്ലേ? ഇപ്പൊ ഇത് ആലോചന ഇതിന്റെ കാര്യം എന്തേനെ? അത് കോഴിയായിട്ട് എന്താ ബന്ധം? ഇത് ഭാസ്കരനാടാ. 2 ഭാര്യമാരുണ്ട് ഇതിന്. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇതിനങ്ങോട്ട് കൊന്നു തിന്ന ആ 2 ഭാര്യമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനെ തേടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല. മുത്ത് പറഞ്ഞപ്പോഴാ ഇത് ഭാസ്കരനാന്ന് അറിഞ്ഞത്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ തമ്പി അവന്റെ ഭാസ്കരനും ഞാൻ തമ്മിൽ എന്ത് ഫ്രണ്ട്സ് ആണെന്ന്? ഒന്നും അറിഞ്ഞിടത്തും കൊടുക്കുകയാണ് ഭാസ്കരന്. അതെ അതെ, ഇത്ര ഫ്രണ്ട്ഷിപ്പ് ആയ സ്ഥിതിക്ക് നമ്മൾ ഇതിനെ കൊന്നാലേ അവളത് കഴിക്കില്ല. അവള് കഴിക്കില്ലെങ്കിൽ പിന്നെ ഇത് വെച്ചിട്ട് കാര്യമുണ്ടോ? തന്നെയല്ല, ഇത് കർക്കിടക മാസമാണല്ലോ, രാമായണ മാസം. രാമായണ മാസത്തിലെ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല. ജീവികളെ കൊല്ലാനും പാടില്ല. എന്റെ ദൈവമേ, ഞാൻ ആ വറുത്ത് വെച്ചേക്കണ സവാളയൊക്കെ എന്ത് ചെയ്യാനാ? അതിൽ ഉരുളൻകിഴങ്ങ് മുറിച്ചിട്ടൊരു മസാലക്കറി വെച്ചോ. പിന്നെ ഇന്ന് നമ്മൾ പച്ചക്കറി സദ്യയാണല്ലോ ഒരുക്കിയിരിക്കണത്. അപ്പൊ അതിന്റെ കൂടെ ഇറച്ചി മീനൊന്നും അങ്ങോട്ട് ചേരില്ല. മസാലക്കറി കൂട്ടിയിട്ട് പച്ചക്കറി സദ്യ അങ്ങോട്ട് കൂട്ടാം. എന്താ അല്ലേ?